ശ്യാം സാരല്ല, ഇറ്റ്സ് ഓക്കെ ഈശാം, അതൊക്കെ നിസാരോടോ. ബബീഷ് ഇപ്പം ഓക്കെയാണ്. ശ്യാം ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി? ഫസ്റ്റ് മാരേജ് ഫ്ലോപ്പ് ആയതിന് ശേഷം എന്താ പിന്നെ വേറെ ഒരു കല്യാണം വേണ്ടെന്ന്? അത് ഞാൻ വെച്ചത് വേറൊന്നും കൊണ്ടല്ല. 2 പിള്ളേരൊക്കെ ആയി. ഞാൻ ഇഷ്ടപ്പെട്ട കല്യാണമല്ല നടന്നതും. എനിക്കൊരു അന്യത്തെ ഇഷ്ടം തോന്നിയപ്പോൾ എൻ്റെ വീട്ടുകാർ വേറെ പിടിച്ച് കെട്ടിച്ച്. അതാണെങ്കിൽ അങ്ങനെ അട്ടർ ഫ്ലോപ്പ്. ജനറേഷൻ ഗ്യാപ്പ്, സ്നേഹമില്ലായ്മ, കെയറിങ് ഇല്ലായ്മ. എനിക്ക് എന്താ പറയുക, ഒരു ആലോചിച്ചാൽ ഒരു ഒരു സങ്കടം പോലും തോന്നത്തില്ല. കണ്ണൻ ഇളക്കം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലർക്കെന്ന്. ഇത് കേട്ടോ, അപ്പോൾ പിന്നെ ആ ലൈഫും കൂടെ അങ്ങനെ ആയി. അപ്പോഴത്തേക്ക് 2 പിള്ളേരായി. അത് എൻ്റെ വീട്ടിൽ വേറെ എൻ്റെ ചേച്ചിക്കൊന്നും പിള്ളേരില്ല, അതുകൊണ്ട് അവർക്ക് പിള്ളേരെന്ന് കാത്തുന്നുണ്ട് ഞാൻ 2 പിള്ളേരെ അങ്ങ് പ്രസവിച്ച് കൊടുത്തു. വർഷത്തിൽ 2 പിള്ളേരെ, 2 വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ. അപ്പോൾ പിന്നെ പിള്ളേരായപ്പോൾ പിന്നെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. വീട്ടിൽ ഉമ്മായിത്തായും പിള്ളേരെ നോക്കും. ഞാൻ പഠിക്കാൻ പോയിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ തൊട്ടടുത്തൊരു മാർത്തോമ സ്കൂളിലെ ടീച്ചറായിട്ടും രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകണു, കഴിയുന്നു, വൈകിട്ട് വരുന്നു, വീണ്ടും പോകുന്നു വരുന്നു, വീണ്ടും പോകുന്നു വരുന്നു, എല്ലാം ഒരു സർക്കിൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞൊന്ന് ദിവസം പോകണമെന്ന് അറിയുന്നേ ഇല്ല. ചൂടുവെള്ളം വീണ കുറുക്കനെ പച്ചവെള്ളം പേടിയാണെന്ന്. പിന്നെ അതുപോലെ അത്ര ഒരു മനസ്സിന് നമുക്ക് ഇന്ന ആളില്ലെങ്കിൽ